കേരളത്തെ അതിദരിദ്രർ മുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം പൊള്ളയാകുന്നു. അതിദരിദ്രരുടെ ലിസ്റ്റിൽ അപേക്ഷ കൊടുത്തിട്ടും ആനുകൂല്യങ്ങൾ ലഭിച്ചില്ലെന്ന് പരാതിയുമായി കുമ്പളങ്ങാട് സ്വദേശി അവിവാഹിതയായ 70 വയസ്സുള്ള മേലമ്പാട് ഭുവനേശ്വരിയമ്മ വടക്കാഞ്ചേരി നഗരസഭയിൽ എത്തി. വർഷങ്ങളായി വീടിനും സ്ഥലത്തിനും വേണ്ടി നഗരസഭയിൽ കയറിയിറങ്ങി നടക്കുകയാണ് ഇവർ. സർക്കാരിൽ നിന്നും ലഭിക്കുന്ന ക്ഷേമ പെൻഷനാണ് ഇപ്പോഴുള്ള ആകെ ഉപജീവന മാർഗം. ആ പണം കൊണ്ട് ഭക്ഷണത്തിനോ മരുന്നിനോ തികയുന്നില്ല എന്നും അതിദരിദ്രരുടെ ലിസ്റ്റിൽ പെടുത്താനുള്ള സർവേ കഴിഞ്ഞുപോയതാണ്. പിന്നീട് ഒരു അറിയിപ്പും ഇതുവരെ ഉണ്ടായില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചപ്പോഴാണ് താൻ പറ്റിക്കപ്പെട്ടു എന്ന് ഭുവനേശ്വരി അമ്മയ്ക്ക് മനസ്സിലായത്. അന്നു മുതൽ പരാതിയുമായി അവർ നഗരസഭയിൽ കയറിയിറങ്ങുകയാണ്. തനിക്ക് വീടും സ്ഥലവും നൽകിയില്ലെങ്കിൽ നഗരസഭയുടെ മുൻപിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്ന് ഭുവനേശ്വരി അമ്മ പറഞ്ഞു. വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ ഇതുപോലെ നൂറുകണക്കിന് ആളുകൾ അതിദരിദ്രരായി ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് DCC ജനറൽ സെക്രട്ടറി K. അജിത് കുമാർ പറഞ്ഞു. ഇടതു സർക്കാരിൻ്റെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്നുള്ള പ്രഖ്യാപനം വെറും തട്ടിപ്പാണെന്നും യഥാർത്ഥത്തിൽ അർഹരായ മുഴുവൻ ആളുകളെയും ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും DCC ജനറൽ സെക്രട്ടറി ആവശ്യപ്പെട്ടു.